മുളകാണ് മണക്കുന്നത്. അങ്ങനത്തെ ഒന്നും വേണ്ടാക്കളെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. മമ്മ എന്താ നമ്മളെ വ്ളോഗ്? ഇന്ന് പിന്നെ ഇടക്കര പോവുക. എന്തിനാ നമ്മൾ ഇടക്കര പോണത്? ഇടക്കര പോയി എന്താ കുലിക്കോ എന്താ കുടിച്ചാനാണ്? കുലിക്കും പിന്നെ മുളകും അതേപോലെ തന്നെ പിന്നെന്താ ചെമ്മീന് പിന്നെ അതേപോലെ തന്നെ മാങ്ങ പിന്നെ കൈതച്ചക്ക പിന്നെ എന്താ എന്തൊക്കെയാ ചായൊക്കെ ഇമ്മമ്മ ഒന്നും കണ്ടിട്ടില്ല. ഇമ്മയോട് ചോദിച്ചോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയില്ലേ ഇമ്മമാനെ കൊണ്ട്? കഴിഞ്ഞ പ്രാവശ്യം പോയിനി, പക്ഷെ എന്തിനാ പോയത് തന്നെ അറിയില്ല. ഒന്നും കുടിച്ചില്ല. എന്നാ ഇത് പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ല പറ എന്തൊക്കെ സാധനങ്ങൾ പറയും. ബൂസ്റ്റ് കുലുക്കി, ഓർലിക്സ് കുലുക്കി, മാങ്ങ ഉപ്പിലിട്ടത്, കൈതച്ചക്ക ഉപ്പിലിട്ടത്, ചെമ്മീൻ പറ്റിയത്. ഇവിടെ കഴിച്ച് എല്ലാം അറിയാം. കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ മുതലാക്കുന്നത് ആകെ ഉമ്മ മാത്രമേ ഉള്ളൂ. തിന്നുന്ന കാര്യത്തിലാണ് നിന്റെ ഈ ഗൈസ് ഓക്കെയാണ് എല്ലാം. ഇമ്മമാനെ പിന്നെ ആ വൈക്ക് കിട്ടൂല. തിന്നാതെ ഇമ്മമാക്ക് പറ്റുന്ന പണി എന്താ അറിയോ? വല്ല ചേനത്തണ്ട അവിടെ കളക്കാണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല പൂള കുത്താനാണെങ്കിൽ ഇമ്മമ്മ ഗൈസ് റെഡിയാണ്. മണ്ടാണ്ടാവും മുമ്പിൽ എന്നാ വരി പോവാ ഗൈസ്. ഞങ്ങള് ഞങ്ങള് 4 ആൾക്കാർ മാത്രമല്ല. കാരണം നമുക്ക് ഒന്നാമത് വണ്ടിയില്ല. നമ്മൾ മുന്നേ വിളിച്ചിക്കണ്. നമ്മളെ മുന്നേ ഇപ്പോൾ ഇവിടെ ഇതുവരെ ഇവിടെ ഉണ്ടായി. ഇനിയിപ്പോ കുട്ടി വിളിക്കുന്നുണ്ടാണ് താഴത്തേക്ക് ഇറങ്ങിക്കണ്. മുന്നേ പോയോ? പോയി. എന്നാ താഴത്തേക്ക് എത്തി കാണും. ഇതെടുക്കണ്ടേ? എന്തെടുക്കണ്ടേ? അതെന്താ? അത് മൈക്കിന്റെ ബോക്സ് ആണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇറങ്ങുകയാണ്. ക്ലോസ് ചെയ്തില്ലേ? ക്ലോസ് ചെയ്തിട്ടുള്ള ഈ സീനാണ്. കാരണം എന്താ അറിയോ? കാരണം ഇത്രക്ക് ഭംഗിയായി നമ്മൾ സെറ്റപ്പ് ആക്കിക്കണേ. ഇനി ക്ലോസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. എന്താ വെച്ചാൽ തുറന്നിട്ട് പോയാലും ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. നോക്കിപ്പോ അങ്ങോട്ടുള്ള വ്യൂ ആണ് നോക്കി മമ്മ. വ്യൂ അങ്ങോട്ട് നോക്കി എങ്ങനെയുണ്ട് കാണാനൊക്കെ അടിപൊളിയാണ്. ഒരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ചോന്ത പേരല്ലേ നമുക്ക് ആ ഒരു സീലിങ്ങും ഉള്ളൊക്കെ സെറ്റപ്പ് പറഞ്ഞു നോക്കല്ലേ. സീലിംഗ് പറഞ്ഞ് ഫുള്ളാക്കണേ മമ്മ സമ്മതിച്ചില്ല. മമ്മക്ക് ലൈറ്റ് അടിച്ചു കൊടുത്താ അത് ഇങ്ങനെ ബാക്കിൽ കൂടെ പോയിട്ടാണ് വീണാലേ പണി കിട്ടും. ഉള്ളിൽ എന്താ മാസ്കിയോ? കാറിലല്ലേ പോണത്? എന്തിനാ പിന്നെ കാറിലാച്ചിട്ട് ഒന്നിടാ പോവേ പാൻറ് എടുക്കണ തണ്ടിട്ടാ പോരെ. കിട്ടിയില്ലേ? ചോദിച്ചു വാങ്ങിയില്ലേ? ഇങ്ങോട്ട് ലൈറ്റ് വെക്കണല്ലേടാ. കാല ഒട്ടാത്തല തുടങ്ങൂട്ടാ ഈ മരത്തുമ്മ ഈ തേക്കുമ്മല്ലേ. നോക്കി ഇവിടെ ലൈറ്റ് നമ്മള് മറ്റേ കല്യാണത്തിനൊക്കെ കണ്ടിട്ടില്ലേ? ലൈറ്റ് അല്ലടാ, സാധാ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ? ഇതാ അവിടുക്ക് ഒരു കാര്യം ചെക്കനോട് കഴിച്ചുകൊണ്ടാകാൻ പറയാം. മറ്റേത് മേലക്ക. ഇത് എന്തിന്റെയാണ് ഈ കാര്യം? പണ്ടത്തെ വൈഫൈൻ്റെ. ഇത് നമ്മക്ക് എന്തെങ്കിലും അയിമക്കിട്ട് എന്തെങ്കിലും കെട്ടി വെച്ചാൽ മതി. അവിടുത്തെ ടയർ വലിച്ചാണ് കെട്ടണം. ബൈക്കുമ്പോ പോകുമ്പോ കൗത്ത് കൊടുങ്ങോന്ന് വെച്ചൊരു പേടി. നാളെ ആട്ടെ, നാളെ രാവിലെ ആക്കാം. ഇത് മുമ്പ് അടിച്ചോ? കണ്ണുണ്ടില്ല ഇവിടെ കിണറാങ്ങായി. അപ്പൊ ഗൈസ് നമ്മൾ നേരെ കാറിലെത്തിയിട്ട് കാണാൻ ഇനി അല്ലേ? ഇല്ല, മുന്നേ കാറിൽ സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല ഗൈസ്. നമുക്ക് മുന്നേനോട് ചോദിക്കാം. അതല്ല, എന്താ എനിക്ക് റമദാൻ മാസത്തിൽ നോമ്പിനെ കുറിച്ച് പറയാനുള്ളത്? അത്രയും നോറ്റുകൊണ്ട് ഇപ്പൊ പറഞ്ഞടാ. മുന്നൊക്കെ ഇപ്പൊ ചോദിച്ചാലും പറയാനൊക്കെ ആൾക്കാരുണ്ട്. കാരണം മുന്നേ കുട്ടിയുണ്ട്. കാരണം നമ്മളവിടെ വ്ലോഗ് എടുത്ത ടൈം ആകുമ്പോൾ എല്ലാം താഴ്ത്തിക്കാൻ ഇറങ്ങി. കാരണം അത്രയും നേരം സംസാരിക്കാൻ കിട്ടുകയാണെങ്കിലേ അതാണ് കിട്ടട്ടെ. ഞാൻ കോൾ ചെയ്തിട്ടില്ല. അപ്പൊ കഴിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് അവിടെ പോയിട്ട് നല്ലോണം തിന്നണട്ടോ അമ്മ. അതിനാണ് കൊണ്ടുപോകണത്. അതെ, എന്നാലും തന്നെ ഇവൻ എന്തോ സാധനം വാങ്ങി കൊടുത്തിട്ട് ഇമ്മക്ക് പള്ളനുള്ളിൽ പുകയാണ്. സാധനം ഉണ്ട് മറ്റേ പാലക്കാട് മദർലാൻഡ് സോഡ ഉണ്ട് അവിടെ. ആണോ? അത് കുടിച്ചാ വേറെ മറ്റേ കിട്ടോ പൂള ബിരിയാണി. ഞാൻ നോമ്പിന് പൂള ബിരിയാണി എന്താ പൈത്ത വലിയ രസമാണ്. ഇറച്ചിമൂളി ഇപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് വെക്കാലോ. പൂള ബിരിയാണി എന്താന്ന് പറഞ്ഞാൽ പൂളി ഇറച്ചിട്ട് വെക്കണ്. നെൽബൂരിന്ന് തിന്നില്ലേനോ ഇവര് വേഗം പോന്നു. ഇനി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മ അത് തുറന്നാലും മമ്മക്ക് വെക്കൊണ്ടോട്ടെ.
മമ്മ തുറക്കം അടക്കലൊക്കെ ഉണ്ടായി. അതിനവിടെ ഇത് വലിച്ചെടു തന്നാ മതി. മോണ്ടനാണ് വണ്ടി എടുക്കുന്നത്. ഗൈസ് പെട്രോളിനൊക്കെ ഇപ്പൊ ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഫുൾ ടാങ്ക് അടിക്കാം. ബെൽറ്റ് എടുക്കണേ ബെൽറ്റ് ഇട്ടോ. അപ്പൊ പെരീന്ന് എടുക്കണ്ടേ, എന്തൊരു കഷ്ടാണ്. അപ്പൊ ഇജി പറഞ്ഞു കൊടുത്തില്ല ഇതുവരെ ചെയ്യാത്തോണ്ടാ. ആണോ? എന്ത് ഇതുവരെ ചെയ്യാത്തോണ്ട് അറിയില്ല. ആരോട് ഡോർ അടച്ചിട്ടില്ലല്ലോ? ആരാ? മുന്നേ ഡോർ അടഞ്ഞില്ല. ഫുൾ ടെക്നോളജി വണ്ടിയാണ്. ഞാനോണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടില്ലേ, ഫുള്ളി മോഡിഫൈഡ് ടെക്നോളജി. നമുക്കത് പോവല്ലേ? നമ്മളാണ്ട് ഇറങ്ങും. നേരെ അവിടെ എത്താം. അപ്പൊ നമ്മൾ നേരെ പോകാൻ പോകുന്നത് എടക്കരയിലോട്ടാണ്. എടക്കരയിൽ ചെന്നിട്ട് നമുക്ക് സ്റ്റാൻഡിക്ക് പോകണോ അതോ അല്ല അവിടെ നമ്മളെ ആശിക്കനോട് തിരിയില്ലേ, അവിടെ ഒന്നുണ്ട്. ഓക്കെ. നല്ലത് അവിടെ അതന്നെ, അവിടുത്തെ കുഴപ്പമില്ല. ഓക്കെ ആണോ? നമ്മൾ നേരെ വിടുകയാണ്. അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട്. അതായത് ഈ സാധനം കഴിക്കാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്ക് പോകണമെന്നിട്ട് അറിയോ, മുന്നേ പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട്. കാരണം ഈ ഫുഡിന്റെ സ്പോട്ടൊക്കെ കഴിച്ച് മുന്നേക്ക് കറക്റ്റ് അറിയാം. അതെ, നമ്മളെ ഫുഡിന്റെ സ്പോട്ട് മുന്നേ നമ്പർ തരാം. മുന്നേ ചാറ്റിങ്ങിലാണ്. അതെ, എന്താ നമ്മൾ പറയുന്നത് കഴിച്ച് നോക്കി കേൾക്കണില്ല. ആണുങ്ങളെ വരെ ഇപ്പൊ കൂട്ടുകാരെന്ന് നോക്ക്, മുന്നേ ഫോണൊക്കെ നോക്കിയാ ഞങ്ങൾക്ക് ഇനി തെറ്റിദ്ധാരണ. അതാണ് പ്രശ്നം. നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അവിടെ തിരിക്കണം അല്ലേ വല്യമ്മ? പോവല്ലേ? ഉസാറാവട്ടെ. ചൂട് ചൂട് കൂക്ക. സോറി, പോലെന്നാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ സ്പോട്ടിന് അവിടെ എത്തി. ഇവിടെ ആക്കണം അങ്ങോട്ട് തപ്പി ഇറക്കണം. എന്താണ് ഇരിക്കാൻ സ്ഥലം തപ്പി ഇറക്കാണ്. ഇപ്പൊ കാരണാണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇരിക്കാൻ സ്ഥലം തപ്പി ഇറക്കാം. അതാക്കണ് നമ്മുടെ സ്പോട്ട് അതാണ്. ഇങ്ങോട്ട് വരി മമ്മ, വരി. തിന്നണ്ടേ പൈസ അല്ലേ? പൈസ നിന്ന് നമ്മള് മുളക് തീറ്റിക്കുന്ന പറഞ്ഞേ. വരി നടക്കി വാ. നമുക്കിന്ന് ഗൈസ് കുറേ വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്യണം ഗൈസ്. അങ്ങനെ നമ്മൾ സാധനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി വരി മാമ, വരി. കമോൺ. എന്താണ് മുന്നേ വാ. ഇവനക്കാണ് ഒക്കെ അറിയണം. എന്നിട്ട് ഓനായിട്ട് മാറിക്കണേ. ആണോ? അത് നമുക്ക് പോകുമ്പോ വാങ്ങാം. കണക്കില്ല പണിയല്ലേ മമ്മ? വരി, ഓരോ സാധനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വരി വെറൈറ്റി സാധനങ്ങൾ എന്തൊക്കെയല്ലേ മമ്മ? ഇങ്ങോട്ട് വരി. ഈ വെള്ളത്തില് ആണോ? ചേരുമല്ലോ, ഒന്നും വേണ്ട. എന്നാലും മമ്മക്ക് വേറെ വല്യമ്മക്ക് പറ്റിയൊരു സാധനം എന്താ? മാങ്ങ വേണ്ട. മമ്മക്ക് സീൻ ഉണ്ടാവില്ലല്ലോ. പിന്നെ പാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ, സ്ട്രോബെറി, ഓറഞ്ച്, കിവി ഐറ്റംസ് ഒക്കെ ഉണ്ട്. മധുരം കൂടി ഉള്ളത് ചെറിയ ലൈറ്റ് ആയിട്ട് ഉണ്ട്. എങ്ങനെ വേണ്ട അങ്ങനെ എരിവില്ലാത്ത വേറൊരു സാധനം, ഒരു സാധനം ഒന്ന് സജസ്റ്റ് ചെയ്താ മോണ്ട. മമ്മാക്ക് ബൂസ്റ്റ് മതിയോ? എന്നാ മുന്നക്ക് മുന്തിരി, മമ്മാക്ക് ബൂസ്റ്റ്. പിന്നെ ഉമ്മാക്ക് മറ്റേ സാധനം കൊടുത്തോട്ടെ, മദർലാൻഡ് കൊടുത്തോട്ടെ. അനക്കോ എടുത്തോ? എനിക്കും പോയോ? അപ്പൊ 3 മദർലാൻഡും പിന്നെ അനക്ക് ഇതാക്കണം. അതാണ് കാണാം. മദർലാൻഡ് അറിയാവുന്ന അടച്ച തമ്പുരാണ്. എന്താ മുളകാണ് മണക്കുന്നത്. കണ്ണൊന്നും ആവൂല. എന്താ ഇങ്ങനെ തരിപ്പ് പോവോ? തരിപ്പൊന്നും പോവില്ല. ഇച്ച അങ്ങനത്തെ വേണ്ടോ. എന്താണ് മുളക്? എനിക്കങ്ങനത്തെ ഒന്നും വേണ്ടോ. കാന്താരിയാണത്. നല്ല വയറിന് നല്ല. ഇന്നലെ ഓലൊക്കെ വളർച്ച കുടിച്ചിട്ട് പോയല്ലേ 500 രൂപയിലേക്ക്. വയറിന് നല്ലതെന്ന് മുന്നേ ഇജൊന്ന് ട്രൈ ചെയ്യും. ഞാനും ഒന്നും പാടെ ഉമ്മേട്ട അടുത്ത് ഇങ്ങോട്ട് വരി. ഗ്ലാസ് കൊടുക്കണം നമുക്ക്. ഒറ്റയടിക്ക് മുണിഞ്ഞു വിടുക. ഉമ്മ കണ്ടു പഠിച്ച അടുത്ത ഉമ്മയാണ്. കണ്ടു പഠിച്ചാനുമില്ല കുടിച്ചാനുമില്ല. മുളകൊന്നല്ല, അതിൽ ഒരുപാട് കണ്ണു മുറക്കത്തി കുടിച്ചുകൂടെ.
അതന്നെയാണ് അങ്ങനെ തന്നെ അടുത്ത കേട്ടോ എനിക്ക് വേണ്ട അങ്ങനത്തെ ഒന്നും വേണ്ടാക്കളെ അങ്ങനത്തെ വേണ്ടോ ചോദിച്ചാൽ ഉമ്മമാക്കൊരു ബൂസ്റ്റ് തണുപ്പ് പറഞ്ഞാൽ കേട്ടോ കുട്ടിയെ തണുപ്പ് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അടുത്തേക്ക് കഴിച്ച് ഞാൻ അത് കൈകാരായിട്ടില്ലേ ആ ആകെ തിന്നാളാണ് ഇതൊന്നും എടുക്കല്ലേ ഇജ്ജ് പറയല്ലേ ഇജ്ജല്ലേ ഓനാണ് കഴിച്ച് നമ്മളത് മൂപ്പിച്ചു എന്നിട്ട് ഓനക്ക് വേണ്ട കഴിഞ്ഞോ വേണ്ട ഇല്ലല്ലോ ഇല്ല 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 ഭയങ്കര സീനാട്ടത് എരില്ല വേണ്ട മമ്മാക്ക് ബൂസ്റ്റ് ബൂസ്റ്റ് മതി അതോ പാഷൻ ഫ്രൂട്ടോ അതോ എന്തേലും വേണ്ട എരിവില്ലൊന്നും വേണ്ട എരില്ലാത്ത വേറെ എന്ത് ആ തണുപ്പ് ഉണ്ട് കേട്ടോ. ഇത് വേറെ ലെവൽ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റംസ് ആണ് ഞാൻ പറയും. ഒറ്റ ഞാനിത് അടിപൊളി ഒരു വട്ടല്ലേ എന്താ വട്ടം എരിവുണ്ടോ എരിവുള്ളൂ ഗൈസ്. ഇത് നമ്മൾ സെറ്റാണ്. മുന്നേ അങ്ങനെ പോയത് അപ്പുറത്തെ ബീഡി പോയ മുട്ടായി വാങ്ങി അത് വാങ്ങാ പറഞ്ഞിട്ടുള്ളൂ. ഇത് കാക്ക എന്തിലിട്ട് മുട്ടിയത് സാധാ ഈ മസാല കൂട്ടി അടിച്ച് അടിപൊളിയായിരുന്നു. അല്ലേ ഇത് എന്നിട്ട് നമ്മ ഈ മുട്ട നോക്കി മുട്ട ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട ഇവിടെ വരി ഇവിടെ വരി എങ്ങനെയും തിന്നു. Repeat Paytm payment of 240 rupees. അതല്ല മുളക് വെള്ളം വരുന്ന നല്ല രസമുണ്ട്. ആ ചമക്കി നല്ല രസമുണ്ട്. ഇപ്പൊ തിന്നീര് മെച്ചം ഇപ്പം നമുക്ക് ആകെ തിന്ന് കാടമുട്ടിയാണ് അവിടെ മുന്നേ ഇത് നോക്കി രസമുണ്ട് ആണോ തിന്നും ചെയ്തോ തരുവേ പാത്രത്തിൽ കുടിക്കലൊക്കെ മുട്ട പാർസൽ മുട്ട രസമുണ്ടെങ്കിൽ ആ അമ്മമ്മക്ക് ബൂസ്റ്റ് ഒരു മുട്ട അമ്മ എന്താ വേണ്ട ഈ കാണുന്നൊക്കെ തിന്നാളാ കേട്ടോ. അപ്പൊ എന്ത് തിന്നാ ഈ മസാല വെച്ചിട്ടുണ്ട്. നാളെ പലിച്ചക്ക് നീച്ചാണ് അടിപൊളിയായിട്ട് നീച്ചാ അമ്മ. ആ മുളകിന്റെ സാധനം തിന്നു കഴിഞ്ഞാല് നാളെ രാവിലെ പെൽച്ചക്ക് പെട്ടെന്ന് നീച്ച അലാറം വെക്കണ്ട. മുളക് വേണ്ട മുളകില്ലാതെ മൈക്കല്ലാതെ ആരോടെ പറയണേ മൈക്കണ്ടില്ല സാധനമാണ്. ഇതിപ്പോ നമ്മള് തിന്ന സാധനം എരില്ല സീനില്ല. നമ്മ എടുത്ത് കുത്തി തിന്നാണി ഇന്ത്യയൊക്കെ കോരുണ്ട്. ആ തോണ്ടൽ തുടങ്ങിക്കോളി. ഈ വെള്ളം കിട്ടാല് ബൂസ്റ്റ് മാത്രമേ ഉള്ളൂ. ബൂസ്റ്റ് മാത്രം മമ്മാക്ക് മുക്കിയിട്ട് തിന്നിട്ടേ മമ്മ. പിന്നൊക്കെ പോയി പോയോ സംഭവം മുന്നേ ലാസ്റ്റ് മമ്മ ഈ കറി തിന്നോക്ക് കുടിച്ചോളി. അനക്കാണെന്നുണ്ടെങ്കിൽ ഇജ്ജ് കുടിച്ചേർന്നില്ലേ ഇജ്ജ് എന്തിനും ഇന്റെ തീറ്റിട്ട് ആവശ്യേ ചേട്ടൻ മമ്മയുടെ ഉണ്ട്. ഇത് വലിയ ഉപ്പില്ല മുളകില്ല
ഒരു ഇത് മറ്റേ മധുരമുള്ള ഓലൊരു മസാലയാണിത് ഇത് പറഞ്ഞല്ലോ രസം കൂട്ട് യൂട്യൂബിലും കൂടി അല്ലേ ഇവിടുന്ന് കോലുമുട്ടായി വാങ്ങി കഴിക്കാം അതെന്തിനാ എരിവ് നല്ലതല്ലേ അതിലല്ലേ എടാ അവിടെ നിന്ന് കോലുമുട്ടായി വാങ്ങി കൊടുക്കാൻ മതി ബൂസ്റ്റ് പറയേ ഇതാകണം മമ്മാൻ്റെ സാധനം കുടിച്ചാ എന്താ അവസ്ഥ നല്ല തണുപ്പാണ് തണുപ്പൊക്കെ കുടിച്ചാ കുഴപ്പമൊന്നുമില്ല സെറ്റല്ലേ എനിക്കൊരു ബൂസ്റ്റ് എടുത്തോ ബൂസ്റ്റാ അപ്പൊ എനിക്കോണ്ടേ സോറിയുടെ ആള് മാറിപ്പോയി മാങ്ങ നമ്മക്ക് ഇല്ല ഇത് മറ്റേതാണേ ഇതിലിട്ട സാധനമാണ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തോ ആണോ എരും മധുരം കൂടി ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു കൈ നോക്കാം നോക്കാം സെറ്റാണ് സൈഡിൽ നിന്ന് കടിച്ചപ്പോ തന്നെ ഇത് തോന്നിയോ പോകുന്നു മധുരമുണ്ട് ഒരു മാങ്ങ ഇതൊന്നും വേണം മാങ്ങൻ്റെ ഒരു മധുരമുണ്ട് അല്ലേ അയിമക്കൂടെ മസാല കളിച്ചാൽ വയ്ക്കും മമ്മ ഒരു കടി മാടാ പല്ലില്ല കേസ് വേണ്ടി മമ്മ എന്തേലും പറഞ്ഞോടി മതിയോ മാങ്ങയ്ക്ക് വേണ്ട വേറെ വേറെ എന്തെങ്കിലും മുട്ട തിന്നില്ലേ പിന്നെ വേറെ എന്താ വെള്ളം വേറെ എന്തെങ്കിലും വേണോ വെള്ളം കുലിക്ക് വേറെ എന്തെങ്കിലും സാധനം വേണ്ട എന്നാ ഒരു പൈനാപ്പിളും കൂടി ആക്കിയാലും മമ്മക്ക് അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് എന്തെങ്കിലും ഞാൻ ഇമ്മമാനെ ഇതിൽ കൂട്ടിയിട്ടില്ല ഞാൻ മഴ കൂട്ടിയത് ഉമ്മെങ്കിലും ഇത് തിന്നണം എന്താ വെച്ചാൽ എല്ലാം ട്രൈ ചെയ്തു ഇതൊക്കെ ട്രൈ ചെയ്യലാണേ ഇത് കണ്ടില്ലേ ഇതൊക്കെ ട്രൈ ചെയ്തോളി ഇനി ഒന്നും പാടിട്ട് കാക്കാം ഒരു ബൂസ്റ്റും പാട വേണം ഈ എരിവൊക്കെ നമ്മൾ തിന്നിട്ട് ലാസ്റ്റ് ഒരു ബൂസ്റ്റും പാട കുടിച്ചാണ്ടല്ലോ അടിപൊളി സെറ്റാണ് ആ എരിവൊക്കെ ഇറങ്ങി പോയിക്കോളൂല്ലേ മൂപ്പരാൻ കുടിക്കണോ അങ്ങനെ കുടിക്കണം വേറെ എന്തെങ്കിലും സാധനം പറയാൻ അല്ല എല്ലാവർക്കും കൂടി കുടിക്കാം ഇപ്പം എന്താ പറയാ നമ്മള് വേറെ മുന്നാ അനക്കല്ല വീടിനെ പറ്റി അറിയാം എരിവല്ല ആ കുറച്ച് ഇതില് പച്ചമാങ്ങ എരിവാണെങ്കിൽ പച്ചമാങ്ങന്റെ ഫ്രൂട്ടിയോ പച്ചമാങ്ങ ജ്യൂസ് ഇത് മതി പച്ചമാങ്ങ കുലിക്ക് അപ്പൊ സോഡയാണ് ആ പൊട്ടിച്ചത് സോഡ പൊട്ടിച്ചാണ്ട് കൈസ് പേടിച്ച് മണ്ടി എന്നാ മുന്നേ പറ പച്ചമാങ്ങ ജ്യൂസ് ഒരു പച്ചമാങ്ങ പച്ചമാങ്ങ കുടിച്ചോ കേട്ടോ അടിപൊളിയാ അതല്ല അത് മുളക് മാങ്ങ പച്ചമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി സാധനമാണ് പച്ചമാങ്ങ നല്ല രസമുണ്ടോ നോക്കാം അടിപൊളിയാ ആ കണ്ടിട്ട് കഴിച്ച് നല്ല എരുള്ളതാണ് എരുണ്ട് അത് ആ ചെറിയ എരുള്ളൂ അപ്പം മുണിഞ്ഞു ചമക്കണ്ട നിങ്ങൾ കുടിച്ചോളി മെല്ലെ വേണ്ട മാങ്ങേനെ വേണ്ട നമ്മ ജമ്മം ചെയ്താ അത് കുടിച്ചൂല കാരണം മുന്നേ കഴിഞ്ഞ പ്രാവശ്യം എന്തോ നമുക്ക് ബൂസ്റ്ററിന് നിമ്മമാക്ക് ഇത് എവിടുന്നോ ഒന്ന് കിട്ടി ഒരു കൂടി നമ്മള് വണ്ടി ആകാൻ കൊടുത്തില്ലേ അവിടുന്ന് എന്തോന്ന് വാങ്ങിട്ട് തന്നു പിന്നെ മുന്നേ ഒരു മോരും വെള്ളം വാങ്ങി തന്നു അതിലേക്ക് പൊട്ടിക്കണം അതിന് ശേഷം ഇമ്മമ്മ ഈ എരുള്ളതൊന്നും തിന്നലില്ല പിന്നെ നോക്കട്ടെ ഞങ്ങൾക്കും തരും മധുരമുണ്ട് നല്ല സ്ഥാനം പരീക്ഷിച്ചിരിക്കണേ
ഞാൻ അടുത്ത് നാളെ അതാണ് എന്തിനാണ് ഈ തരുന്നത് നാളെ രാവിലെ പെലച്ചക്ക് നേരത്തെ നീച്ചാണ് ഞാൻ 4 മണിയാകുമ്പോ നീച്ചു. നല്ല ഉന്മേഷമായിട്ട് അടുത്തടുത്ത് ഇമ്മി പള്ള ഫുള്ള് ഇരിക്കണേ. അടുത്തേതാ അടുത്ത നല്ല രസമുള്ള ഏതാ അടുത്ത മുന്തിരിണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ പാഷൻ ഉണ്ട്. പൈനാപ്പിൾ ആ ആണോ എന്നാ പൈനാപ്പിൾ എടുത്തോളി ചേട്ടാ പറയണ കഴിച്ച് നമ്മളെല്ലാം കണ്ടുപിടിച്ച് കുടിക്കുന്നുണ്ട് വെള്ളം കൊണ്ട് പോയിക്കോളി. അവിടെ അടുത്ത ഫാൻസ് അവിടെ നല്ല വർത്താനാ. ഞങ്ങൾ വേറെ 2 സാധനം കൂടിയും പറഞ്ഞാണ്. എന്തൊക്കെ മുന്നേ ഒരു കിവി പറഞ്ഞാണ്, പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടോ അതോ അല്ല അതെന്താ സാധനം എന്താ പാഷൻ ഫ്രൂട്ട് അല്ലേ? പാഷൻ നമ്മളെന്താ പറഞ്ഞേ? ഏത് കാറ്റാടിയോ? ഇമ്മ വായിച്ചല്ലേ മുന്നേ വായിച്ച അതിന് മുകളിലുള്ള ഇത് മുണിങ്ങിയോ? കുലുങ്ങും കാറ്റാടി അതിന്റെ അടിയിൽ ഞങ്ങൾ കണ്ടോളൂ. കുലുങ്ങും കാറ്റാടി കുലുക്കി തന്നു. എന്തൊക്കെയാ പറഞ്ഞേ? പൈനാപ്പിളും ഒരു കിവിയും ഫാഷൻ ഫ്രൂട്ടും പറഞ്ഞ അതിന്റെ അടി കൂടെ ധൈര്യത്തില് പറഞ്ഞു. ഞമ്മള് ഫസ്റ്റ് കുടിച്ചതാണ് ഈ കിളി പോയി. ആണോ? ആ അവിടെ പേര് ഒരു പോയോ? ആ ചെറുതായി പോയി. അത് ഞമ്മള് ഫസ്റ്റ് ഒന്നും വേണ്ട എനിക്ക് ഒന്നും മടിച്ചൊന്ന് പെരീക്കാക്കി തന്നാ മതി. ഇരിക്കാൻ വല്ല ഭാഗമുണ്ടോ ഇവിടെ കുത്തിക്കാൻ ഇരിക്കാനിപ്പോ എവിടെ ഇരിക്കാം? അത് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഇരിക്കാനാണ് മസ്റ്റ് സ്ഥലം നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഒരു നിൽക്കാൻ കഴിയില്ല കാല് അറിഞ്ഞിട്ട് ഉണ്ടോ? ആ ഒരു ചെയറിന്റെ ഭയങ്കര ഉപകാരമാണ്. അവിടെ ഉമ്മമാക്ക് ചെയർ തന്നു കഴിഞ്ഞാൽ അവിടെ കച്ചറുണ്ടാക്കുന്ന പറയുന്നത്. എന്താ പറയാ എങ്ങനെയാലും വണ്ടി പറഞ്ഞേരി വണ്ടി ഫാഷൻ ഫ്രൂട്ടോ മുന്നേ രൂപക്കൊന്നും പോകൂലേ? മറ്റേ കുടത്തിലുള്ള സാധനം കുടത്തിൽ പുകയില്ലേ? ഇതെന്താ അവസ്ഥ? മധുരാണ്. മധുര നമ്മമ്മക്ക് ഒരു പൊട്ട് എന്താ പറയാനുള്ളത് നമ്മക്ക്? ഇത് ഞാനെന്താ എങ്ങനെയുണ്ട്? കുടിച്ചാനൊക്കെ രസമുണ്ട്. ഇതാണ് ഐസ് കട്ട. തണുപ്പാണോ? ചൂടാക്കി തരാൻ പറയണോ? കട്ട വലിയതാണ്. എന്ത് പടിയേക്കണേ? ആ ഗൈസ് ഉമ്മമാക്കായിട്ട് സ്പെഷ്യൽ പടി കൊണ്ടു നിൽക്കുകയാണ്. ഇമ്പോർട്ടഡ് ഇതാ കാറ്റാടി. ഇതിന്ന് കഴിക്കാറുന്നില്ലേ? എങ്ങനെയാണ്? ഇത് കുഴപ്പമില്ല. എന്താ അറിയോ? ഇരുന്നപ്പോ കുഴപ്പമില്ല. ഇരുന്നപ്പോ നിന്ന് കുടിച്ചപ്പോ അതല്ല ഒരു പ്രശ്നമാണ്. ഇത് കുടിച്ചാൽ വേറെന്തല്ലേ സാധനം പറ്റേ വേറെ സാധനങ്ങളോടെയും പറഞ്ഞോ കൂടിയും പറ്റേ. എന്നാ ഇമ്മ ഇരുന്നല്ലേ നീ എന്തെങ്കിലും പറഞ്ഞാലോ? അത് രസം തോന്നിട്ടില്ലേ? നല്ല പോകുന്നില്ല. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമ്മൾ തരട്ടെ അതിന് അല്ല ഈ വെള്ളമില്ലാത്തൊരു സാധനം പൈനാപ്പിളിന്റെ കിവിയും പൈനാപ്പിളും ഇത് ഞാൻ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടാണോ ഒന്ന് കിട്ടാന്? എത്ര കണക്കുണ്ടോ? പോലത്തുണ്ടാവില്ലേ? ആണോ? മമ്മ കണക്കുണ്ടോ? എന്തെങ്കിലും കുടിച്ചേ? എത്ര മുട്ടെന്നോ? പ്ലേറ്റത്തെ കൂട്ടണ്ട. പ്ലേറ്റത്തെ നമുക്ക് ഇതുണ്ടാവും. ഒരു പ്ലേറ്റ് ആക്കിയത് ആണോ? അപ്പൊ 2 പ്ലേറ്റ് ആണോ? മനസ്സിലായില്ല? മനസ്സിലായി. ഇതിനെ ആരെ കുത്തിയോ തിന്നോ? അല്ല ഇത് ഇവിടുന്ന് തന്നെ നമ്മളെല്ലാം തിന്നത്. അല്ല വേറെ സ്ഥലത്ത് പോയി ഒന്നും തിന്നിട്ടില്ല. എന്താ വെച്ചാൽ ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും തിന്നത്. നേരത്തെ മുട്ട 3 മുട്ടാണ്. മുട്ടണ്ടല്ല ഇനി ഇതിന്റെ മാങ്ങ മാങ്ങ 3 ഉണ്ടല്ലേ? മാങ്ങ ഞാനും. അപ്പൊ 2 മാങ്ങ. 2 മാങ്ങ വെള്ളത്തന്നെ ഉണ്ട്.
വെള്ളം കുറച്ചുണ്ട്. ലാസ്റ്റ് ഇത് 2 വെള്ളം. ആ സോഡ ഒക്കെ കൂട്ടിക്കോ. ഞാൻ മറ്റേ ഇത് സാധനം സോഡ പിന്നെ ഒരു ബൂസ്റ്റ് അതിനുള്ളൂ. ഞാനും ബൂസ്റ്റും സോഡി. പിന്നെ ഇനിയിപ്പോ കിവി വരാണ്ട്. ഞാൻ 3 എണ്ണം. ഞാൻ അത് മാത്രമേ കുടിച്ചു. ആദ്യം എരുള്ളി, പച്ചമാങ്ങ ഉണ്ടല്ലോ. പിന്നെ പച്ചമാങ്ങ, പിന്നെ ഒരു സോഡ. പിന്നെ ബൂസ്റ്റും. ഇമ്മമ്മ എന്തൊക്കെയാ ഒരു ബൂസ്റ്റും ഇപ്പൊ അങ്ങനെ പിന്നെ ഈ തന്ന സാധനം തിന്നു സാധനം ഞാൻ ഇന്ത്യയിൽ കൂട്ടി. ആണോ? ആ അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ ബൂസ്റ്റ് കുടിക്കോ? കണക്കുകൾ ആകെ തെറ്റാണ് ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്, നമ്മളെ അറിയുന്ന ആൾക്കാരല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. കണക്ക് തന്നെയാണ്. കണക്ക് കണക്കാണ്. ഊകലുണ്ടാവൂലേ? അത് നമ്മൾ തപ്പിയെടുത്തിരിക്കുമ്പത്തിന് കടച്ചു പോകും. നമ്മള് നമ്മളെ മനക്കണക്കിലാണ് കൊടുക്കുക. അപ്പൊ നിങ്ങളെ ഒന്നും നോക്കാതെ കണ്ടോലും പോയി ഞങ്ങൾ കണ്ടപ്പോ തിന്നണ തിരക്കില്ലല്ലോ. ഉമ്മമ്മ വെറുതെ ഇരിക്കല്ലേ. ഉമ്മമാരോടല്ല നിങ്ങൾ എന്തൊക്കെ തിന്നു നോക്കണേ ഞാന്. അപ്പൊ തിന്നുമ്പോ വേണ്ടേ ഒരു മോഡല് ഇന്നാകെ തിന്നൂന്ന് ഒരിക്കറിയില്ലേ? ഒന്നും തിന്നത് പോരാത്തോണ്ട് മുന്നേ അപ്പുറത്തെ വീടിൽ നിന്ന് തിന്നാൻ വേണ്ടി പോവാണ്. വാങ്ങാൻ പോയിക്കണ ഗൈസ്. പഴം കുത്തി കയറ്റാൻ വേണ്ടി പോയിക്കണ മുന്നേ. ഓനവന്റെ പെരീക്ക് സാധനം വാങ്ങാണേ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തിരുണ്ടായിരുന്നു കൊളാക്കല്ലേ. നമുക്ക് എന്താണ്ടി വരിക എല്ലാം ഇന്നലെ പോയി പൂള് നോമ്പ് കാലത്ത് പൂള് അല്ലെങ്കിൽ ഗ്യാസാണ് നോമ്പ്. നിങ്ങൾ മട്ടന്മാര് കാട്ടി പൂള വെച്ചാലൊക്കെ തിന്നു. നിങ്ങൾ ഇന്നാൾ വെച്ച് തിന്നില്ലേ? എനിക്കറിയില്ല നോമ്പിനെ കാര്യങ്ങൾ പൂള കൂട്ടാവോ. അത് നിങ്ങളെല്ലാരും പറയും നോമ്പ് നോമ്പിന് പൂളിയും ചക്കയൊക്കെ തിന്നു. ആണോ? നമുക്ക് ചക്ക കിട്ടായിട്ടല്ലേ ഇപ്പൊ ചക്ക കൂട്ടാൻ വെച്ചേനി തുറക്കാൻ ചക്ക കൂട്ടാ. നമ്മളെ സാധനം വരട്ടെ, അതുവരെ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇവരൊക്കെ ഒന്ന് കഴിയട്ടെ. തിരക്കൊന്നും കഴിയത്തില്ല. അതിന്റെ അടിയിൽ കൂടെ കിവി വന്നു. കിവിയും പിന്നെ എന്താ പൈനാപ്പിൾ അടിപൊളിയാ. അത് മൂക്ക് കയറുന്നുണ്ട്. വേണ്ട മൂക്ക് കിവിയാണ്. കുടിച്ചളി പോട്ടെ പോട്ടെ നാമ ചോക്കിട്ടാ. Received Paytm payment of വേണ്ടേ നിങ്ങൾ ഉപ്പ് കയറ്റൊക്കെ പറയാൻ കാത്തിക്കോലെ. ഭയങ്കര ഇതുണ്ട്. ദമ്മോ നേരത്തെ മുളക് പിന്നെയും കളിക്കുക. വേറെ ഇത് പുട്ട സാധനം കേട്ടോ. കിവി ആണല്ലോ. കിവി അങ്ങനെയാണ്. കിവിന്റെ രസം മറ്റേ പച്ച ഇഷ്ടപ്പെട്ടല്ലോ. ആണോ? അതാണ് യോഗ പുട്ട ആൾക്കാർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്നുണ്ട്. എവിടൊക്കെ പുട്ട സാധനങ്ങൾ ആൾക്കാർ ഇറക്കുന്നുണ്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു മുറുക്ക് നടൂരെന്താ ഐസും കണ്ടാണ്. വേറെ മോഡല് ചോയാ. അതാണ് പറഞ്ഞേ. കിവി അറിയണ അങ്ങനെയാണ്. കിവി ഫ്ലേവർ മധുരമല്ല പുളി. പൈനാപ്പിൾ നമ്മൾ ഇവന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താ. അനുവിന്റെ ടേസ്റ്റുകൾ ഒന്ന് പറഞ്ഞു കൊടുത്താ. കമ്പനി പറയണില്ല. ഒരു പുട്ട സ്പ്രേ ഉണ്ട്. തലക്കൊടൊക്കെ ഒരു തലവേറെക്കണ ആ ഇവര് അടിച്ചാലോ നീ എങ്ങടെയാ പോകുമ്പോ മനസ്സിന്. എനിക്ക് ബാക്കിയുള്ള സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തലകുത്തലുണ്ടാവും. എനിക്ക് എന്തോ ആ ബ്രാൻഡ് മാത്രം എനിക്ക് നല്ലോണം പറ്റി. കമ്പനി പറഞ്ഞ തീരും. അതേപോലെ തന്നെ ആർക്കും പറ്റാത്ത കിവിയാണ് ഇപ്പോൾ എനിക്ക് പറ്റിയത്. ഇത് നിങ്ങൾക്ക് പറ്റിയില്ല. പറ്റില്ല എന്നല്ല, ഇത് കുച്ചിലേറ്റവും പൊട്ടിത്താണ്. ആണോ? ചിലേറ്റവും മുട്ട കുഴപ്പമില്ലടാ. ലാസ്റ്റ് ഉപ്പ് സത്യം അവസാനം കുടിച്ചു. അത് സത്യം അവസാനം ഉപ്പ് അല്ലേ? ആദ്യം മധുരം പിന്നെ ഉപ്പും. വെറൈറ്റി സാധനം ഗൈസ്. മനക്കണക്കൊക്കെ അമ്മമാർക്ക് ഒരു 4 മുട്ടയും കൂടിയും കയറും. ഇനി നമുക്ക് എവിടെ പോണ്ടി അത് പറഞ്ഞതാ. ഇതിനൊന്ന് പെരിയാക്കി തരിക കഴിച്ച് അല്ലേ മാമ? എടുക്കാൻ വേണ്ടിയേ നല്ല എടുക്കാം. എന്നാലും ഒന്നാമത്തെ വരെ കാട്ടുക്കും പോണോ പിന്നെ കോഴിക്കോട് പോരെ അല്ലെങ്കിൽ ചോരം ചോട്ടുമ്മക്കാണ് ഞാനുണ്ട്. ഒറ്റ മൈൻഡ് ബീച്ചുണ്ടോ? ഒറ്റ മൈൻഡ് കോഴിക്കോട്
വീട്ടിൽ കടയിൽ ഇങ്ങനെ കണ്ടിങ്ങനെ പോരാ. ഉമ്മ പറഞ്ഞോ ചുരത്തുമ്മക്കാണ് ഇമ്മണ്ട് ഉമ്മാനെ പേടിപ്പിക്കാനാണത്. ആനന്റെ ഒക്കെ നല്ല അതെന്നറിയോ ഇമ്മമാക്ക് ഭയങ്കര പൂതിയാണ് ആനന്റെ അടി കൊണ്ടാണ് ഉമ്മാനൊന്ന് നിർത്താന്. കാരണം ഉമ്മാനത് പേടിപ്പിച്ചാൻ വേണ്ടിട്ട് ഇല്ലേ മമ്മ? അതല്ലേ അതല്ല ചോരന്ന് പറയുമ്പോ പേടിയാ അപ്പൊ പിന്നെ പോവുകയല്ലേ. എങ്ങനെ ചോരന്ന് പറയുമ്പോ പേടിയാ. നോൽമ്പൊക്കെ കണ്ടിട്ട് എന്നിട്ട് കാണാൻ പോകാം എന്നപ്പ ബീച്ച് പോലെ വണ്ടിയൊക്കെ കിട്ടട്ടെ. എന്നപ്പ ബീച്ച് പോലെ ഇപ്പൊ പോയി കിടക്കണം. കിടക്കാം. നിങ്ങള് ബീച്ചിക്കോ എവിടേക്ക് വെച്ചാ പോയി ഇന്നെന്തിനാ കൊണ്ടോണ്ടിച്ചില്ലേ മമ്മ? അല്ലേ മമ്മ? എന്നാ ഇനി വരും നമുക്ക് ഇതിനെ കണക്കും കയ്യൊക്കെ നോക്കാണ്ട്. കണക്ക് നോക്കി കൊടുക്കി ഞാൻ അവിടുത്തെ തന്നെ കൊടുക്കി കായ് പൈസ അല്ലേ ഇടിക്കും? ആ പൈസ ഇടിക്കി പെരീന്ന് പറയല്ലേ. ആ എന്നാ വരും കുഴപ്പമില്ല. മമ്മ കുടിച്ചതിന്റെ കണക്ക് മമ്മ പറഞ്ഞാൽ മതി. ഞാൻ 3 മുട്ട ആ മറ്റേ ഇത് വന്നു. അങ്ങനെ കണക്കാ. 3 വട്ട അങ്ങനെ ഉണ്ട് 5 റുപ്യ അങ്ങനെ കണക്കാ. ആണോ? പ്ലേറ്റ് ഇല്ല. പ്ലേറ്റിൽ നിന്നാലും പ്ലേറ്റ് തന്നെ പ്ലേറ്റ് തന്നെ ഉണ്ടാവും മുട്ട. ഇടയ്ക്ക് പ്ലേറ്റ് തന്നെ നമ്മള് പത്തണമെന്നല്ല. പ്ലേറ്റ് തന്നെ ഞാൻ തിന്നതേ. പ്ലേറ്റ് തന്നെ ഞാൻ തിന്നത്. നമുക്ക് തന്നാ മതിയെന്ന്. പ്ലേറ്റ് അതിന്റെ പേരാണ്. പ്ലേറ്റ് ഒന്നും ഞാൻ തിന്നിട്ടില്ല തിന്നതിനാ അറിഞ്ഞത്. പ്ലേറ്റ് ഇതാണ് ഞാൻ തിന്നത്. ആണോ? എന്തായാലും ഗൈസ് ഇനി പറഞ്ഞാലും വേണോ? ഇനിയൊന്നും വേണ്ട. ചെറുതായിട്ട് എന്താ ചെറുതായിട്ട് ഞങ്ങളൊന്നാ മറ്റേ ആദ്യം കുടിച്ചാൽ സോഡാണ് നമുക്ക് ദമ്മ് സാധനം അവൻ കൂടി കുടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കടന്നുറങ്ങും. അല്ലെങ്കിൽ നീച്ചു ഒന്നേക്ക് ബുക്കല്ലേ നീച്ചു എന്തായാലും ഒന്നും കൊടുക്കട്ടെ. ഒന്നെങ്കിൽ അന്തം വരും ഒന്നെങ്കിൽ കഴിച്ച് അന്തം വരും അല്ലെങ്കിൽ ഇല്ല അന്തം പോവും. എന്തേലും നല്ല ആക്കൂലേ അതിലെ കുറച്ചൊക്കെ പോയിരിക്കാണ്. ഞാനേ ഫസ്റ്റ് പെട്ടിക്കണ് 2 വള്ളിയും പെട്ടിക്കണ്. ഒരു മണത്തിലും ഒരു കുരുക്കിയിലും ഞാൻ കഴിഞ്ഞപ്പോഴാണ് കിളി പോയത് അവിടെ കണ്ട്. എന്തായാലും സംഭവം നൈസായി. ഇനിയിപ്പോ ഇവിടുത്തെ പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ നോക്കട്ടെ ഗൈസ്. എണ്ണല്ല പിന്നെ എണ്ണം അതിന് എണ്ണ അടിച്ച് പോകുമ്പോഴേ എണ്ണം തിന്നീന് കണക്കും കഴിയൂലെന്ന്. അപ്പൊ ഞങ്ങൾ നേരെ ഇവിടുത്തെ പേയ്മെന്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഇനി നേരെ ഇറങ്ങാൻ നോക്കട്ടെ അല്ലേ മാമ? പോലെ ഗൈസ് വല്യമ്മക്ക് ഒരാഗ്രഹം എന്ത് വിളിക്കാന്? ബൂസ്റ്റ് വിളിക്കാൻ ബൂസ്റ്റ് വിളിക്കാനാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് വടക്കുത്തിലോക്ക് ഇത് മംഗലഗിരി മംഗലശ്ശേരി മഞ്ചേശ്വരം നീരണ്ടത്. ഇവിടെ വല്യമ്മ ബൂസ്റ്റ് വിളിക്കാൻ പോവാണ്. ഇവിടെ നനഞ്ഞ സ്ഥലമാണ്. അതൊന്നും നനയില്ല മമ്മ അങ്ങോട്ട് ധൈര്യം ഇവിടെ അല്ല അങ്ങോട്ട് വെക്കിയത് അങ്ങോട്ട് നിക്കി ഞാൻ കുലുക്കിക്കോളിട്ടോ അമ്മ. എങ്ങനെ കുളിക്കണ്ടേ? ഇങ്ങനെ പിടിച്ചിങ്ങനെ കുളിക്കാം. മറ്റേ കൈക്കോട്ട് നടക്കാനല്ലത്. ഉമ്മ തൊഴിലുറപ്പിന്റെ പണിയാന്നാണ് കരുതിയാ മതി. തൊഴിലുറപ്പിന്റെ പണിയാന്നാണ് ഇങ്ങനെ കുട്ടി ഇവിടെ വരുമ്പോ ബൂസ്റ്റ് കുളിക്കണേ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി ഇവിടെ വരി ഇങ്ങോട്ട് വരി വള്ളം ആവൂല. മതിയോ? അത് കുലിക്കണീനനുസരിച്ച് മമ്മ ടേസ്റ്റ് കൂടും. കുളിക്കട്ടെ മറ്റേ ഇതൊക്കെ ഏത് മറ്റേ പണ്ടത്തെ ആൾക്കാർ നെല്ലൊക്കെ പോയിപ്പോ മറ്റേ പാട്ടൊക്കെ പാടില്ലേ? നോക്കി മതി അത്ര മതിയായോ? എങ്ങനെയുണ്ട് മമ്മ? കുലുക്കിയിട്ട് എങ്ങനെയുണ്ട്? ഉമ്മ കുലിക്കണോ? കുലുക്കിയിട്ട് എല്ലാം കുലുക്കുന്നുണ്ട്. നല്ല കുലിക്കണ്ടേ? സെറ്റല്ലേ? അത് ഉമ്മയെ കുലിക്കണത്. കുപ്പി കുലിക്കണില്ല. ഉമ്മമ്മയെ കുലിക്കണേ കുപ്പി കുലുങ്ങില്ല. ഉമ്മമാണ് തലേ കുലിക്കണത്. നല്ല കുലിക്കണില്ല. എന്തായാലും സംഭവം നൈസായില്ലേ? അതെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിവിടെ കുലിക്കും സർബത്തെല്ലാം കുടിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ്. മമ്മടെ കേറിക്കമ്മ ഗൈസ്. അപ്പൊ നമ്മൾ പോവുകയാണ്. അപ്പൊ മമ്മാക്കും ഉമ്മാക്കും എന്താ പറയാനുള്ളത്? ഉമ്മ ഇനി പെരീക്കുക. പെരി പോലെ എങ്ങനെയുണ്ട്? കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? നോമ്പായിട്ട് നമ്മൾ ഇറങ്ങിയില്ല. കുലുക്കി സെറ്റാണോ? എങ്ങനെയുണ്ട് മുന്നേ? സംഭവല്ലേ മമ്മ എല്ലാം ട്രൈ ചെയ്തു. എല്ലാം ട്രൈ ചെയ്തില്ലേ? അവിടെ എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്തേ. 700 രൂപ ബില്ലാക്കി 700 രൂപ ബില്ലാക്കിയിട്ട് പോകുന്നല്ലേ? 700 റുപ്യാണല്ലേ ഈ കാര്യങ്ങള്. 700 തന്നെയാണ്. ഒറ്റ തിരിയാൻ തിരിച്ചാലോ? പോലെ 600 മതിയായിരുന്നു നമ്മള്
എണ്ണ വേണമല്ല ഇട്ടാൻ തിന്നു പോരും മുട്ടക്ക് ഇങ്ങനെ അതിന് 600 ഓല് 600 മതിയായിരുന്നു നമ്മൾ 690 അല്ലേ അത് എന്തോ തിന്നണേന്റെ പൈസ നമ്മൾ കൊടുക്കണം. അതന്നെ. അപ്പൊ കഴിച്ച് നമ്മൾ പോകുകയാണ് അല്ലേ? എന്താ പരിപാടി? നീ നീ കഴിച്ച് പെരി പോകുകയാണ്. അപ്പൊ കഴിച്ച് നമ്മൾ ഇനി നേരെ ഇനി പെരേക്ക് പോകാൻ വേണ്ടി പോകാണ്. വല്യമ്മ ഇത് കുടിച്ചിട്ട് സെറ്റ് ആയിക്കണെന്നാ പറഞ്ഞല്ലേ? നീ നാളെ രാവിലെ അറിയാം കഴിച്ച് നമുക്ക് ഉമ്മാന്റെ ഒക്കെ വിവരം എന്താണ് എഫക്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നാളെ രാവിലെ അറിയാം. അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യും ഇതിന്റെ റിസൾട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട്. ഞാനാണ് പേര് ഞാൻ ആദ്യം അറിഞ്ഞു നീ ചെറിയ അതിന്റെ പേരറിയാം ആണോ? ഉമ്മമാക്ക് ഓൾറെഡി അതിന്റെ വിവരം അറിഞ്ഞിക്കണേ. ഒരു മോരും വെള്ളം ഒരു കുലുക്കി അത് ഉമ്മമാനെ ആരും മൂപ്പിച്ച് കുടിച്ചാണ് മുന്നേ മൂപ്പിച്ചിട്ട് കഴിച്ചു. ഇത് മോരും വെള്ളവും കഴിഞ്ഞതിനെറ്റിയാണ്. ആ വണ്ടി വാങ്ങിയില്ലേ വണ്ടിയാണ് നമ്മളെ വണ്ടിന്റെ അടുത്തുനിന്ന് വണ്ടി ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ ടൂർ പോയില്ലേ ആനനെയൊക്കെ കാണുന്ന അപ്പൊ നമ്മള് തിരിച്ചു വന്നപ്പോ പിന്നെ ഇത് കുടിച്ചു അറിയോ മോരും വെള്ളം വെള്ളം എന്നോ ഒരു ദിവസം നമ്മള് എന്നറിയോ നമ്മള് മീൻ വാങ്ങാൻ പോയില്ലേ അന്ന് തിരിച്ചു വന്നപ്പോഴാ ഇപ്പൊ അല്ലല്ലോ. ഇവല്ല മോണ്ടല്ല ഇവല്ലല്ലോ. ആണോ? വെറുതെ അല്ല. സാധാ പോലും വേറൊന്നുമില്ല ഇനി സോഡ പോലും ഇല്ല. ഒരു കാന്താരിയാണ് സാധാരണ ഉമ്മമാനെ കഴിച്ച് രണ്ടും മൂപ്പിച്ച് കഴിഞ്ഞാൽ ഉമ്മ കുടിച്ചേണ്ടിയാണ്. ഇത് എത്ര ആയിട്ടും അതിന്റെ അടുത്ത് അടുക്കില്ല. അടുക്കാൻ കഴിയൂലേ വള്ളനുള്ളിൽ എരിഞ്ഞിട്ട് 2 ദിവസം ആ കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ സാധനം? എഴുതിയില്ലോ ഇന്ന് കുടിച്ചില്ലേ? കുടിച്ചപ്പോ ഞാൻ അതിനെ കുടിച്ചിട്ടുള്ളൂ അതിന് ബൂസ്റ്റ് ഏതാ കൊടുത്ത ഏതാന്നും മനസ്സിലായിട്ടില്ല ഉമ്മമാക്ക്. ചായന്റെ നിറ ഒരു ചായ കളർ സാധനം തന്നില്ലേ? അതിനാണ് അമ്മയുടെ മൈൻഡില് ഫുള്ള് ആ എരുവിലാണ് ഇമ്മമ്മ ആ സാധനം നമ്മൾ കുടിച്ച കണ്ടിട്ട് തന്നെ ആകെ കിളി പോയിക്കണ്. കുറ്റുമ്പോഴൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ കാര്യം അരിച്ചല് എന്തായാലും നോക്കണേ ഗൈസ്. നമ്മള് നേരെ പെരീക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ കുളിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി. വല്യമ്മ എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറഞ്ഞോളി. എല്ലാവർക്കും അസലാം എല്ലാരും പോയി കുലുക്കി കുടിച്ചോളി. അതെ കുളിക്ക് കുടിച്ചോളി എല്ലാവരും വന്നത്. അല്ലമ്മ എല്ലാരും ആ കുളിക്കൊക്കെ ട്രൈ ചെയ്യും ഇമ്മമ്മ കുളിക്കലോ? എരില്ല ഇമ്മമ്മ കുളിക്കലോ? ഉമ്മമ്മ തല വിളിക്ക്. മമ്മ തല അവിടെ പോയി തല വിളിക്ക്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി പിന്നെ കാണാം.